ഹായ് ചങ്ങായിമാരെ, നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ച് എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നമ്മളെ BJP-ക്കാർ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിനെ കണ്ടെത്തി. വാവ്! ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ക്രിസ്ത്യാനികൾക്കെതിരെ ഇത്രമാത്രം ആക്രമണം നടത്തുമ്പോൾ അവർക്ക് കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിനെങ്കിലും ഒരാളെയെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സംഘപരിവാറിന്റെ വിജയമാണത്. എത്രമാത്രം കഴിവുണ്ട് അവർക്ക് ആലോചിച്ച് നോക്കട്ടെ. ഇത്രമാത്രം ആക്രമണം മണിപ്പൂരിലും UP-യിലും ഗുജറാത്തിലും ക്രിസ്ത്യാനികൾക്ക് നേരെ ഈ സംഘികൾ നടത്തിയിട്ട് ഇവിടുന്ന് ഒരു സ്ഥാനാർത്ഥിനെ കിട്ടി. ആ സ്ഥാനാർത്ഥി അത് എന്താ പറയുന്നറിയാം? ഇനിയും ഒരുപാട് ക്രിസ്ത്യാനികളുടെ ഒഴുക്കായിരിക്കും BJP-യിലേക്ക് എന്നാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് ഈ സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റാണ് കേട്ടോ. അദ്ദേഹം ഒന്നും കാണുന്നില്ല. അദ്ദേഹം കേരളത്തിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും കാണുന്നില്ല. അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ ഒഴുകുന്നാണ്. നമുക്ക് ക്രിസ്ത്യാനികൾ ഒഴുകുന്നതിന് മുമ്പിലെ നമുക്ക് ക്രിസ്ത്യാനികളെ കുറിച്ച് ഈ സംഘികളുടെ വിശുദ്ധ നേതാവായ വിശകല പറഞ്ഞ കുറച്ച് കണാ ക്ണോ വർത്താനങ്ങൾ കേൾക്കാം. ആ കണാ ക്ണോ വർത്താനങ്ങൾ കൂടി ഈ ഒഴുകാൻ നിൽക്കുന്ന ഒഴുക്കിലേക്ക് പോകുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവരൊന്ന് കേൾക്കണം കേട്ടോ. 1950 ശബരിമല ക്ഷേത്രം കത്തിയതല്ല, നമുക്കറിയാം കത്തിച്ചതാണ് എന്നുള്ളത്. തിരുവല്ലാക്കാർക്ക് ഞാൻ പറഞ്ഞു തരണ്ട. ക്രിസ്ത്യൻ മതമൗലികവാദികളുടെ അഗ്നിതാണ്ഡവത്തിന് മുന്നിൽ ശ്രീകോവിലും വിഗ്രഹവും എല്ലാം കത്തിയമർന്നു. അന്നത്തെ ശരാശരി ഹിന്ദു പൂജാമുറികളിലും ക്ഷേത്രങ്ങളിലും നിന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു, അയ്യപ്പാ അവന്റെ കൈ വെട്ടപ്പാന്ന്. അയ്യപ്പൻ വാടക കുണ്ടേ പോലെ ടെൻഡർ ഏറ്റെടുക്കാൻ തുടങ്ങാത്തതുകൊണ്ട് ആരുടെയും കൈയൊന്നും വെട്ടിയില്ല. അർജുന, നീ ആയുധം എടുക്കാൻ ഞാൻ തേർതെളിക്കാം എന്നാ ഹിന്ദുവിനോട് പറഞ്ഞത്. അത് അല്ലാതെ നീ അവിടെ നാമം ചൊല്ലിയിരുന്നോ പണിയൊക്കെ ഞാൻ നടത്തിക്കോളാം എന്നല്ല ഗീതയിലൂടെ പറഞ്ഞത്. നീ ആയുധം എടുക്കാൻ ഞാൻ മാർഗം കാണിച്ചു തരാം. ഇത് മറന്ന ഹിന്ദു അയ്യപ്പാ അവന്റെ കൈ വെട്ടപ്പാ എന്ന് പറഞ്ഞപ്പോ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. പക്ഷെ നേരത്തെ സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അതേ ശബരിമല ക്ഷേത്രത്തിന്റെ പൂങ്കാവനത്തിൽ നിലയ്ക്കലിൽ കുരിശു പൊട്ടി മുളച്ചപ്പോ അന്നത്തെ ഹിന്ദു അയ്യപ്പ അവന് വേണ്ടത് കൊടുക്കപ്പ എന്ന് പ്രാർത്ഥിച്ചില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് അനുഗ്രഹം നേടിക്കൊണ്ട് ഹിന്ദു തന്നെ ഇറങ്ങി. സർവമാന ഹിന്ദുവും ഒരുമിച്ച് രംഗത്തിറങ്ങിയപ്പോ ആ കുരിശ് അവിടെ നിന്ന് പിഴുതെറിയാനും നാഴികകൾക്കപ്പുറത്ത് ആങ്ങാമൊഴിയിലേക്ക് അത് വലിച്ചെറിയുവാനും ഹിന്ദുവിന് സാധിച്ചുവെങ്കിൽ അത് കാലം സമ്മാനിച്ച കരുത്തല്ല, മറിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഹിന്ദു സമൂഹത്തിന് ഉണ്ടാക്കിയെടുത്ത സംഘടിത ബലവും. ബഹുമാനപ്പെട്ട ജോർജ് സാർ, ഈ വിശകല പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ കുരിശുകൾ വലിച്ചെറിഞ്ഞു എന്ന്. ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവര് ഹിന്ദു എന്നല്ല ഉദ്ദേശിക്കുന്നത്, സംഘികൾ. അതിന് ഇവര് സംഘപരിവാർക്കാർ കൂടി ചെയ്തതാണെന്നാ പറയുന്നത്. ആ സംഘപരിവാറിന്റെ അടുത്തേക്കാണ് സാർ പോകുന്നത്. സാറിന്റെ കുരിശടക്കം എടുത്ത് ചാടാൻ വേണ്ടി നിൽക്കുന്നിടത്തേക്ക് ഒരു കുഴപ്പമില്ല, സാർ പൊക്കോളൂ. പക്ഷേ സാർ ഒഴുക്കുണ്ട് എന്ന് പറയുന്നില്ലേ, ആ ഒഴുക്ക് നമ്മൾ തടയും കേട്ടാ. ഇത് മാത്രമല്ല, ഈ വിശുദ്ധ വിശകല പറഞ്ഞ കുറച്ചുകൂടി വാക്കുകളുണ്ട്, അതും കൂടി നമുക്ക് കേട്ടു നോക്കാം. പക്ഷേ നിന്റെ മതത്തിലേക്ക് നിന്റെ അയൽക്കാരനെയും നിർബന്ധിച്ച് മാറ്റുന്ന ക്രിസ്ത്യാനിയെ സഹിക്കാൻ നമുക്ക് തൽക്കാലം സാധ്യമല്ല. സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്, ആയിക്കോട്ടെ, എടുത്തോളൂ, ഞങ്ങൾക്ക് വേണ്ട. ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്, സമ്മതിച്ചു. ഞങ്ങൾക്ക് ഈ സാധനം വേണ്ടാന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടൂടെ? സ്വർഗവും ദൈവരാജ്യവും ഒന്നും ഒറ്റയ്ക്ക് പോവാല്ലോ. ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഇവർക്ക് സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ? ഈ ബസ് നേരെ സ്വർഗത്തിലേക്കാണ്. ലിമിറ്റഡ് സ്റ്റോപ്പും കൂടി അല്ല, നോൺ സ്റ്റോപ്പാണ്. കേറും എന്ന് പറഞ്ഞിട്ട് ആളെ വലിച്ചോണ്ട് പോകുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന സംശയം, ഇവർക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോവാൻ പേടിയുണ്ട്. ഹിന്ദു ഇല്ലാതെ എന്ത് സ്വർഗം? ഹിന്ദു ഉണ്ടെങ്കിലല്ലേ മതേതരത്വം നടക്കുള്ളൂ. ഹിന്ദു ഇല്ലാതെ എന്ത് സ്വർഗം? അതുകൊണ്ടായിരിക്കാം ഹിന്ദുവിനെ നേരെ വലയെറിഞ്ഞ് പിടിക്കാനുള്ള ശ്രമം നടത്തണത് എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞത് ക്രിസ്ത്യാനികളെ കുറിച്ചാട്ടാ ജോർജ് സാർ. നിങ്ങളെ സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് ക്രിസ്ത്യാനികളെ സഹിക്കാൻ കഴിയില്ല എന്നാ പറയുന്നു. നിങ്ങള് വണ്ടിയിലേക്ക് ആൾക്കാരെ കയറ്റുന്ന ആൾക്കാരെന്നാ പറയുന്നു. ആ വണ്ടിയിലേക്കാണ് എന്റെ ജോർജ് സാർ ഓടിക്കയറിയിട്ടുള്ളത്. ഓടിക്കയറിയിട്ട് നിങ്ങളെ കൊക്കയിലേക്ക് കൊണ്ടുപോയിടും, നിങ്ങളെ കുരിശടക്കം. ആ ഉദ്ദേശിക്കുന്ന ആളെടുക്കുകയാണ് ജോർജ് സാർ പോകുന്നത്. ഈ ജോർജ് എന്ന് പറയുന്ന എല്ലാം വേട്ടാവളിയന്മാരാണ്. ഒരു PC ജോർജ്, പിന്നെ ഈ ജോർജ്. എന്താ ചെയ്യുക? ഇന്ന് നമുക്ക് ഈ ജോർജ് സാർ പറഞ്ഞ ഒഴുക്കില്ലേ, ആ ഒഴുക്കിനെ പറ്റി ജോർജ് സാർ തന്നെ പറഞ്ഞത് കേട്ടു നോക്കാം. ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം, ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം, അവിടെ BJP-യുടെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് നോക്കുന്നത്? വലിയ സാധ്യതയല്ലേ? BJP-യിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തുകയല്ലേ, പ്രത്യേകിച്ച് കുടിയേറ്റ ക്രിസ്ത്യാനികൾ. ഇപ്പം ഞങ്ങൾ ഇന്നലെ വന്ന എൻ്റെ ഓഫീസിൽ വന്ന പല ആളുകളും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു BJP-ക്ക് നല്ല ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പഴയകാല കേരള കോൺഗ്രസ് കുറച്ച് പേര് ഇപ്പം കുറേ പേര് BJP-യിലേക്ക് വരും. ഇന്നലെ തന്നെ ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തിയപ്പം കുറച്ച് കേരള കോൺഗ്രസ് വന്നിരുന്നു ഇവിടെ. കുടിയേറ്റ ക്രിസ്ത്യാനികളെല്ലാം BJP-യിലേക്ക് ഒഴുകുന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ അല്ല, വിശ്വാസമായല്ല. എന്നാൽ ജോർജ് സാറേ, ആ ഒഴുക്ക് നമ്മൾ തടയും. കാരണം നിങ്ങളെപ്പോലത്തെ കുറച്ച് വിവരമില്ലാത്തവർ, പണമോഹികൾ, അധികാരമോഹികൾ. എന്നെ ഒരു ഇടിയപ്പം അതിന്റെ കേരള കോൺഗ്രസിൽ ഇയാൾ എല്ലാ സ്ഥാനത്തും ഇരുന്നു, എല്ലാ സ്ഥാനത്തും
അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ നേരെ പോയിട്ടുണ്ട് BJP-യിലേക്ക്. BJP നാട് നന്നാക്കുന്ന പറഞ്ഞത്. BJP നാട് നന്നാക്കുമായിരിക്കും അല്ലേ? ജോർജ് സാർ കേരളത്തിന് പുറത്തുള്ള വാർത്തകളൊന്നും കേൾക്കാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ജോർജ് സാറേ ആ ഒഴുക്ക് നമ്മൾ തടയും. അതിൽ അഴുക്ക് മാത്രം ഉണ്ടാവും. ഇനി ജോർജ് സാർ പോയെടുക്കാം, ഒഴുക്കല്ല അഴുക്കിലേക്കാ ജോർജ് സാർ പോയെ. ജോർജ് സാർ അവിടെ ഇരിക്കട്ടാ. എന്നാ പിന്നെ ശരി, സുലാൻ.